പ്രാർത്ഥിച്ചോളൂ, മതം വേണ്ട, പണി വരുന്നുണ്ട് ഉണ്ണാക്ക. സ്കൂളിലെ മതങ്ങളെ തൂക്കിയെറിഞ്ഞ് മന്ത്രി. എൻ്റെ പൊന്നാരെ കുരിപ്പ്, ഇതൊക്കെയാണോ പണി? ഈ പോലും വിചാരിക്കാത്ത പണി അങ്ങ് മേലെന്ന് താഴോട്ട് വരുന്നുണ്ട്. അതാണ് നമ്മൾ ഇതൊക്കെ കാണുള്ളൂ. പല സ്കൂളുകളിലും അന്ധവിശ്വാസം അടിസ്ഥാനമായിട്ടുള്ള കാര്യം നടക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഈശ്വര പ്രാർത്ഥന നടത്തുന്നുണ്ട്. ആ ഈശ്വര പ്രാർത്ഥനകൾ അത് അങ്ങനെ വേണമെന്ന് സംബന്ധിച്ചിടത്തോളം പരിശോധിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് പറയുക. കാരണം കുട്ടികളാകുമ്പോൾ ഹിന്ദു ഉണ്ടാവും, ക്രിസ്ത്യാനി ഉണ്ടാവും, മുസ്ലിം ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിഭാഗം ഉണ്ടാവും. പാടേണ്ട പാട്ടെന്ന് പറയുന്നത് എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന പാട്ടായിരിക്കും. ഇത് ഏതെങ്കിലും ഒരു മതത്തിനെ മാത്രം ഊന്നി നിന്നുകൊണ്ട് നടത്തുന്ന പാട്ട് വേറൊരു മതത്തിൽപ്പെട്ടവരെ കൊണ്ട് നിർബന്ധിച്ച് പാടിപ്പിക്കുന്നത് ശരിയാണോ? ജനഗണമന ഓക്കെ, നമുക്ക് പ്രശ്നമില്ല, നമ്മൾ അംഗീകരിക്കപ്പെട്ടു. NSSൻ്റെ ഒരു ഗീതമുണ്ട്, അറിയാലോ, അതൊരു മതേതരത്വ ഗീതമാണ്, അത് അംഗീകരിക്കപ്പെട്ടു. അപ്പോൾ ഓരോ സ്കൂളിലും അവർ ട്യൂൺ ചെയ്ത് വെച്ചേക്കുന്ന പാട്ടുണ്ട്. ക്രിസ്ത്യൻ പാട്ടുണ്ട്. മുസ്ലിം നടത്തുന്ന സ്ഥലത്ത് അത് ആ രൂപത്തിലുള്ള ഒരു സംഗതി ഉണ്ടാവാം. ഹിന്ദുസിൻ്റെ ആകുമ്പോൾ അത് വേറെ രൂപത്തിൽ ഉണ്ടാവാം. അത് നമുക്ക് പിന്നെ അങ്ങനെ ഇഷ്ടമില്ലാത്ത ഒരു പാട്ടോ ഇഷ്ടമില്ലാത്ത ഒരു ചിന്തയോ അടിച്ചേൽപ്പിക്കാനുള്ള അധികാരം നമുക്ക് ആർക്കും. ഈ നമ്മുടെ മന്ത്രി പറഞ്ഞത് കേട്ടിട്ട് അയാളെ മേലോട്ടാരും ചാടി വീഴണ്ടട്ടോ. പുള്ളി പറഞ്ഞതിലൊന്നും ഒരു തെറ്റും പറയാൻ പറ്റില്ല. പുള്ളിയൊക്കെ പറഞ്ഞത് വലിയ നല്ല നല്ല കാര്യങ്ങളാണ് പുള്ളി പറഞ്ഞത്. ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസമേ ഉത്തരാഖണ്ഡിലെ അവിടുത്തെ മിനിസ്ട്രി, അല്ലെങ്കിൽ അവിടുത്തെ എഡ്യൂക്കേഷൻ മിനിസ്ട്രി, അല്ല അവിടുത്തെ മുഖ്യമന്ത്രി അവിടുത്തെ സർക്കാർ സ്കൂളുകളിലോട്ട് പുതിയൊരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്നറിയോ? ഇനി മുതൽ പ്രാർത്ഥനയ്ക്ക് പകരം ഭഗവത്ഗീതയുടെ ശ്ലോകം മാത്രം, അതെ, ഗീതയുടെ ശ്ലോകം മാത്രമേ സർക്കാർ സ്കൂളുകളിൽ ഇനി പാടുള്ളൂ. അല്ലാണ്ട് അവിടെ ഒരു തരത്തിലുള്ള പ്രാർത്ഥനയില്ല, ഓൺലി ഗീത. അങ്ങനെയുണ്ട്, പൊളിയല്ലേ? ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ ശിവൻകുട്ടി ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് ഒരു മതത്തിൻ്റെ എന്ത് വേണ്ട, ഒരു കോമൺ പ്രാർത്ഥന മതി എന്ന് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇത് മാത്രമല്ല, ശിവൻകുട്ടി പറഞ്ഞത് വേറെ കാര്യം കൂടെ ഉണ്ട്. ന്യൂനപക്ഷങ്ങളിൽ എല്ലാ സ്കൂളുകളിൽ, ന്യൂനപക്ഷങ്ങൾ നടത്തുന്ന സ്കൂളുകളിൽ അവരെന്തെങ്കിലും ആയിക്കോട്ടെ, അവരെ പ്രാർത്ഥന നടത്തിക്കോട്ടെ. അതല്ലാണ്ട് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ മാത്രമേ പുള്ളി ഇത് പറഞ്ഞിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് പുള്ളിനെ കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല. ഇങ്ങനത്തെ വാർത്തകളിലൊക്കെ ചാടി പിടിക്കുന്ന ചില പ്രത്യേക തരം ഉണ്ണാക്കൻസ് നമ്മുടെ നാട്ടിലുണ്ട്. ഉണ്ണാക്കൻസ് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ദ റിയൽ ഉണ്ണാക്കൻസ് പറഞ്ഞ ഒരു കാര്യം നമ്മൾ കേൾക്കാൻ പോണേ. കേട്ടോട്ടോ, ഇതാണ്. മന്ത്രി വി ശിവൻകുട്ടി ഫുൾ ഫോമിലാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതേപോലെ മതത്തിന് ഏതെങ്കിലും വിധേന ഇസ്ലാമിനെയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ പലതവണ അത് പിൻവലിക്കുന്ന ഒരാളായിരുന്നു. ഇസ്ലാമിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ സ്കൂൾ സമയത്തിൻ്റെ കാര്യം, സെക്സ് എഡ്യൂക്കേഷൻ്റെ വിഷയങ്ങൾ, ഇതൊക്കെ വന്നു കഴിയുമ്പോൾ സമസ്ത വന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നു. അല്ലെങ്കിൽ സമസ്ത വരാനുള്ള കാരണം ഞാൻ പറഞ്ഞു, ഈ പറയുന്ന സലഫി ദാവ ഇൻഫ്ലുവൻസ് അവരും കുറേശ്ശെ കാണിക്കുകയാണ്. എന്ന് വെച്ചാൽ അവരും അത് ഉൾക്കൊള്ളുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. അവരും ഒളിപ്പിച്ച് വെച്ചിരുന്ന സാധനങ്ങൾ അവർക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ വരാൻ പോണ പടി എന്താന്ന് ഈ പാവപ്പെട്ട പണിക്കാരൻ അറിയില്ല. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഇവരൊന്നും ഇപ്പോഴൊരു ബോധം വെച്ചിട്ടില്ല. ഇവനൊക്കെ ഇങ്ങനത്തെ വല്ല വാർത്തയും കണ്ടു കഴിഞ്ഞാൽ അവിടെ മുസ്ലിമിൻ്റെ പേരോ മുസ്ലിമിൻ്റെ ഒരു കാര്യങ്ങളും ഇല്ല. അത് പ്രത്യേകിച്ച് അത് മുസ്ലിമിൻ്റെ പ്രാർത്ഥന നാട്ടിൽ നിന്ന് ഒഴിവാക്കണം, അല്ലെങ്കിൽ സ്കൂളുകളിൽ നിന്ന് ഒഴിവാക്കണം എന്നല്ല. മതപ്രാർത്ഥനകൾ ഇനി വേണ്ട എന്ന് പറഞ്ഞ ഒരു വാർത്തേൻ്റെ മേലോട്ട് എടുത്തിട്ടിട്ട് അത് മുസ്ലിങ്ങളെ തലയിൽ കൊണ്ടിടാൻ വെച്ച് എൻ്റെ പൊന്ന് ഹാർപ്പിക്കുണ്ടാക്കുക നിന്നൊക്കെ ഉണ്ടല്ലോ, നീയൊക്കെ വെറും വേസ്റ്റാന്നുള്ളത് ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. ഇങ്ങനത്തെ വാർത്തകൾ കണ്ടു കഴിഞ്ഞാൽ ഈ മരവാഴയുടെ ചെവിയിലോട്ട് പോയിട്ട് അവൻ കാണുപോലുമില്ല. അത് വലിയ എന്തോ മഹത്തായ കാര്യമെന്നാണ് അവൻ്റെ വിചാരം. എന്ത് വേട്ടാവളിയനാടാ നീയൊക്കെ. നമ്മുടെ നാട്ടിൽ ഈ മതസൗഹാർദ്ദം വെച്ചിട്ട്, അതല്ലെങ്കിൽ സ്കൂളുകളിൽ പ്രത്യേകിച്ചൊരു മതത്തിൻ്റെയും പ്രാർത്ഥന വേണ്ട എന്ന് പറയുമ്പോഴേക്കും, അല്ലെങ്കിൽ മന്ത്രിമാർ അങ്ങനെ ഒരു പ്രസ്താവനകൾ ഇറക്കുമ്പോഴേക്കും നീയൊക്കെ ചാടി ഇസ്ലാം വിരോധം മൂത്ത് അതൊരു പണിയായിട്ട് കാണുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നിനക്കൊന്നും വേറെ ഒരു പണിയും ഇല്ലാത്തത് കൊണ്ടാണ്. ഏതാണെങ്കിലും നല്ലൊരു പണി മേലെ നിന്നിട്ട് വരുന്നുണ്ട്. അത് ഇനി ഏതൊക്കെ രീതിയിൽ എവിടെയൊക്കെ പണി കിട്ടും, നിൻ്റെ വരെ അണ്ടകടാഹത്തിൽ വരെ പണി കിട്ടുന്ന ലെവലിലോട്ടാണ്. നമുക്ക് ആ വാർത്ത ഒന്ന് കേൾക്കാം. ഇതാണ് ആ വാർത്ത. സർക്കാർ സ്കൂളുകളിൽ ഭഗവത്ഗീത ശ്ലോകം ചൊല്ലുന്നത് നിർബന്ധമാക്കി ഉത്തരാഖണ്ഡ് സർക്കാർ. BJP സർക്കാരാ. ഭഗവത്ഗീതയും ഇതുപോലെ പല സംഭവങ്ങളും സ്കൂളുകളിൽ നിന്ന് തുടങ്ങി, സർക്കാർ സ്കൂളുകളിൽ നിന്നാട്ടോ തുടങ്ങി മറ്റ് പല സ്ഥലങ്ങളിലേക്കും വരും. അതൊന്നും നമ്മൾ ഈ പറഞ്ഞ ഉണ്ണാക്കൻ കാണൂല. സത്യത്തിൽ ഇവിടെ ഉണ്ണാക്കൻ ആരാ നിങ്ങൾ ശ്രദ്ധിച്ചോ? അതാണ് ഇങ്ങനത്തെ വാർത്തകൾ നമ്മുടെ ഉണ്ണാക്കൻ കാണൂല. ഒരു സ്ഥലത്തു നിന്ന്, ഒരു സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സ്കൂളുകളിൽ നിന്ന് കേരളത്തിൽ പ്രത്യേകിച്ച് ഒരു മതത്തിനും വേണ്ട എന്ന് പറയുമ്പം അതെല്ലാം കൂടെ ഒരു പാവപ്പെട്ട, ഒരു അഭിപ്രായം പറയാത്ത മുന്നോട്ട് വരാത്ത ഈ പാവപ്പെട്ട മുസ്ലിങ്ങളെ തലയിൽ കെട്ടിവെക്കാൻ നാണമുണ്ടോടാ ഉണ്ണാക്ക? കറക്റ്റിൽ ഈ അക്ഷരം തെറ്റാണ്ട് ഉണ്ണാക്ക എന്ന് വിളിക്കാൻ പറ്റുന്ന ആളല്ലേ പൊന്നാരിഫൈ. അപ്പം അന്നോണ്ട്, അതായത് ഉണ്ണാക്കനോട് ചോദിച്ചു നോക്കട്ടെ,
ഇത് കാണാൻ ഒരു ചാൻസും ഇല്ല അല്ലേ. ഇന്ന് നമ്മൾ ഭഗവത്ഗീത ശ്ലോകം കൊണ്ടുവരും, നാളെ നമ്മൾ വേറെ പല മന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ സ്കൂളുകളിലൂടെ പഠിപ്പിക്കും, മറ്റന്നാൾ മുസ്ലിങ്ങൾ അവിടെ കയറണ്ടെന്ന് വരെ നമ്മൾ കൊണ്ടുവരും. ഹിന്ദുക്കൾക്ക് മാത്രം മതി എന്നുള്ള ചില തീരുമാനങ്ങൾ നമ്മുടെ ഈ സംഘി കൂട്ടങ്ങൾ, അല്ലെങ്കിൽ നിനക്കൊക്കെ ദിവസവും നിൻ്റെ അണ്ണാക്കിലേക്ക് തള്ളിത്തരുന്ന കൂട്ടങ്ങൾ കൊണ്ടുവരുമ്പോഴും നീയൊക്കെ ഇതുപോലെ ഇളിച്ചിരിക്കണം കേട്ടാ. അല്ല പിന്നെ നിന്നൊന്നും ചെയ്യാൻ ചാൻസ് കുറവല്ല. മുറിയാണെങ്കിലും ആ മുറി തപ്പി നടക്കുന്ന ലോകത്ത് മൊത്തം മുറി തപ്പി നടക്കുന്ന നിന്നൊന്നും ആരും ചെയ്യൂല. സാധനങ്ങൾ അവർക്ക് പുറത്തെടുക്കാനുള്ള ധൈര്യം കിട്ടിയപ്പോൾ അവർ പച്ചയ്ക്ക് വന്നിട്ട് അതൊക്കെ നേരിട്ട് അതിന് ഒബ്ജക്ഷൻ അറിയിക്കുന്ന അവസ്ഥയൊക്കെ വരികയാണ്. സെക്സ് എഡ്യൂക്കേഷൻ പാടില്ല, യൂണിഫോം വിവാദം വരുന്നു, അങ്ങനെ ഓരോ വിഷയത്തിലേക്കും വരികയാണ്. അപ്പോൾ അങ്ങനെ വന്ന് കുറേ കാലമൊക്കെ അതിന് വഴിപ്പെട്ട് അതിൽ അടിമപ്പെട്ട് അതിന് വഴങ്ങുന്ന ആളുകളായിട്ട് ഒരു ചീത്തപ്പേര് ഈ പറയുന്ന ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്ന സമയത്താണ് ഈ സൂംബ വിവാദം വരുന്നതും. അതിൽ വളരെ ക്രിയാത്മകമായിട്ട് സമൂഹം ഇടപെട്ട് സർക്കാരിനോടൊപ്പം നിൽക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ സർക്കാർ ധൈര്യപൂർവ്വം ഒരു സംഗതി, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ്, ഇത് രാഷ്ട്രീയക്കാരുടെ കുഴപ്പമാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഈ രാഷ്ട്രീയക്കാരുടെ കുഴപ്പമെന്ന് നിങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് മാറി നിൽക്കാൻ കഴിയില്ല. സിസ്റ്റത്തിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മാറി നിൽക്കാൻ കഴിയില്ല. കാരണം നിങ്ങളാണ് സിസ്റ്റം, നിങ്ങളാണ് ഈ രാഷ്ട്രീയം. നിങ്ങൾ വിചാരിച്ചാൽ രാഷ്ട്രീയക്കാർ മാറും, നിങ്ങൾ വിചാരിച്ചാൽ സിസ്റ്റം മാറും എന്നുള്ളത് ജനങ്ങളാണ് വിചാരിക്കേണ്ടത്. അപ്പോൾ ജനങ്ങൾ മാറാതെ, ജനങ്ങൾ ആവശ്യപ്പെടാതെ, ജനങ്ങളുടെ ബോധം വരാതെ രാഷ്ട്രീയക്കാർ മാറില്ല. കാരണം ഇത് അന്യഗ്രഹ ജീവികളല്ല. എന്തായാലും ഉണ്ടാക്കുക, എനിക്കൊന്നും ബോധം വെച്ചിട്ടില്ലല്ലോ, സാരമില്ല, കുഴപ്പമില്ല. ഒരു മതവിരോധം മൂത്തുകഴിഞ്ഞാൽ പിന്നെ എന്തും നമ്മൾ കാണുന്നത് മഞ്ഞപ്പിത്തം പിടിച്ചവന് മഞ്ഞ മാത്രമേ കാണൂ പറഞ്ഞാലേ, നിനക്ക് പിന്നെ മുമ്പിൽ ഏത് മുസ്ലിമിനെ കണ്ടു കഴിഞ്ഞാലും അവൻ മുറി പോയ, അവൻ്റെ സാധനം മുറിഞ്ഞു പോയ, അതല്ലെങ്കിൽ അവൻ വീട്ടിൽ അവൻ്റെ, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഉമ്മനെ കാണുന്ന വീതി, ഇതൊക്കെ നീ അങ്ങ് പറഞ്ഞു. അല്ലെങ്കിൽ നിനക്ക് തോന്നിയ, നിൻ്റെ കണ്ണിൽ തോന്നിയിട്ടുള്ള, നിൻ്റെ വീട്ടിൽ നിനക്കുണ്ടായിട്ടുള്ള നിൻ്റെ മനസ്സിൻ്റെ അകത്തെ വികാരങ്ങളും ഇമോഷൻസും ഒക്കെ നീ ഒരു മതത്തിൻ്റെ മേലോട്ട് കയറ്റി നീ ഇങ്ങനെ സംഘികളെ സുഖിപ്പിച്ച് എത്ര കാലം ജീവിക്കൂടാ. ഇനിയിപ്പോൾ കണ്ടില്ലേ, ഉത്തരാഖണ്ഡിലെ ന്യൂസാണ്. ഉത്തരാഖണ്ഡിൽ ഇനി മുതൽ സർക്കാർ സ്കൂളുകളിൽ നിർബന്ധമായിട്ടും ഭഗവത്ഗീത ശ്ലോകം വേണം. അതല്ലെങ്കിൽ അവിടെ നടക്കൂല. അതല്ലാത്ത പരിപാടി അവിടെ ഇല്ല. അവിടെ ഖുർആൻ കയറ്റിക്കില്ല. ഒരു മൊത്തം സ്റ്റേറ്റാണ്, ഇന്ത്യയിലെ മൊത്തം സ്റ്റേറ്റിലെ അവസ്ഥ, ഒരു സർക്കാരിൻ്റെ പ്രഖ്യാപനമാണത്. ഇതിന് നീ എന്ത് പറയും? നീ ഒരു കാര്യം ചെയ്യും, നീ ഏത്തിസ്റ്റ് ഒന്നും പറഞ്ഞു വരരുതിട്ട് നീ ഒരു സ്ഥലത്തും. ഇൻ്റർനാഷണൽ ഏത്തിസ്റ്റ് എന്തിൻ്റെ ഒരു പ്രസിഡൻ്റ് എന്തോ അല്ലേ, അല്ല ഡയറക്ടർ എന്തോ ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തോ ഒരു സംഭവമൊക്കെയാണ്. നീ എടാ എന്ത് സാധനം തൂക്കിയിടാനാണ് നീയൊക്കെ അത് പിടിച്ച് കിടക്കുന്നത്? നീയൊക്കെയാണ് ഏത്തിസ്റ്റ് എന്നല്ല എണ്ണം പറഞ്ഞ ഏത്തിസ്റ്റ് നമ്മുടെ നാട്ടിലുണ്ടടാ. അതല്ലാണ്ട് സംഗീസം കയറി മുസ്ലിമിനെ കുറ്റം പറഞ്ഞ് ജീവിക്കുന്ന കുറേ സംഘികൾ കൈയടിക്കാനുള്ള നീയൊക്കെയാണോ ഏത്തിസ്റ്റ്? വേറെ വല്ല പണിക്കും പോടാ ഊളെ. ഏതായാലും ഉത്തരാഖണ്ഡിൽ ന്യൂസ് നമുക്ക് കേട്ടിട്ട് വരാം. उत्तराखंड के सभी सरकारी स्कूलों में गीता के श्लोक का पाठ अनिवार्य हो गया है। स्कूल में सुबह की प्रार्थना सभा में श्लोक का पाठ होगा। यह आदेश सूबे के सभी सरकारी स्कूल में लागू हो गया है। उत्तराखंड के करीब 17,000 सरकारी स्कूलों में सुबह की प्रार्थना सभा में हर रोज गीता के श्लोक न सिर्फ उच्चारण हो रहा है, बल्कि उस श्लोक का अर्थ क्या है ये भी बच्चों को बताया जा रहा है। आपको बता दें कि उत्तराखंड के मुख्यमंत्री पुष्कर सिंह धामी ने पहले ही गीता और रामायण की शिक्षाओं को राज्य അപ്പോൾ ഇതാണ് ഉത്തരാഖണ്ഡിലെ ന്യൂസ് കേട്ടോ. ഇന്ന് അവരിപ്പം ഭഗവത്ഗീത കൊണ്ടുവന്നു, നാളെ അവർ വേറെ വല്ലതും കൊണ്ടുവരും. മറ്റന്നാൾ മുതൽ കാവി, ചിലപ്പം ഈ BJP ഭരിക്കുന്ന സ്റ്റേറ്റിലെ ഗവൺമെൻറ് സ്കൂളുകൾക്ക് കാവി കോണകളിലെ എന്താ പറയുക യൂണിഫോമിൽ പഠിച്ച് കയറ്റി വരും. കയ്യിൽ ചിലപ്പോൾ ഓരോ കാവി പതാക കൊടുക്കും. ഇതൊക്കെ വരും. ചോറിന് പകരം അല്ല കഞ്ഞിക്ക് പകരം വല്ല കാവി കളറുള്ള വല്ല സാധനം ഉണ്ടെങ്കിൽ അത് വിളമ്പി വരെ കൊടുക്കും. അതിനുശേഷം നമ്മളിപ്പോൾ നമ്മുടെ പാഠ്യപദ്ധതിയിലൊക്കെ ഉള്ള നമ്മുടെ മഹാത്മാഗാവിനെ വരെ മാറ്റി അവിടെ സവർക്കറിനെയും അല്ലെങ്കിൽ ഹെഡ്ഗൈനെയും ഒക്കെ കയറ്റി അതൊക്കെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ കണ്ട ഇതൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. നെഹ്റു ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി വേണമെങ്കിൽ ഇവന്മാർ നരേന്ദ്രമോദിനെ വരെ ആക്കും. അതുവരെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 2014 ശേഷമാണ് നരേന്ദ്രമോദിയാണ് നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. നമ്മുടെ രാഷ്ട്രപിതാവ് സവർക്കറാണ് ഒക്കെ വരും. നിങ്ങൾ കണ്ടോ ഈ ഭരണം ഇതുപോലെ പോവാണ്. ഇങ്ങനെ പല സംഭവങ്ങളും നമ്മൾ കാണും. എന്നിട്ട് അതിനെ ചൂട്ടുപിടിക്കുന്ന ഈ ഉണ്ണാക്കനെ ഹാർപ്പിക്കിനെ പോലത്തെ ടീമിനുണ്ടല്ലോ, അങ്ങനത്തെ ആൾക്കാരെ നമ്മളിങ്ങനെ സ്തുതിച്ച് വെക്കുന്ന ആൾക്കാർ അല്ല, ഈ സംഘികൾ സ്തുതിച്ചോട്ടെ. കാരണം സംഘികൾക്ക് ഇതൊരു രാമരാജ്യമാവണം എന്നാണല്ലോ അല്ലേ, സംഘരാജ്യം. എവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ കുറേ സാധനം തൂക്കിയിട്ട് നടക്കുന്ന സ്വാമിമാരും അതിനെ പോയിട്ട് വന്നിക്കുന്ന കുറേ ഭക്തന്മാരും
പശുവിനെ കണ്ടു കഴിഞ്ഞാൽ പശുവിൻ്റെ മൂത്രം വണങ്ങി കുടിക്കുന്ന മറ്റു കുറേ ആൾക്കാരും ചാണകം കോരി മാരി മൂത്തൊക്കൊഴിച്ച് ചാണകം ഉണക്കി കഴിക്കുന്ന, വീട്ടിലൊക്കെ ചാണകം ഒരു പോഷകാഹാരമായിട്ട് കൊടുക്കുന്ന, നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന നമ്മുടെ ഈ ഒരു മിത്രങ്ങളെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല. ആ മിത്രങ്ങൾക്ക് എല്ലാ രീതിയിലും വളം വെച്ച് കൊടുക്കുന്ന, അല്ലെങ്കിൽ ആ മിത്രങ്ങളുടെ മനസ്സിന് സുഖം ആനന്ദ കണ്ണീരും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഇസ്ലാമിനെ കുറ്റം പറയാൻ നടക്കണേ ഇതുപോലത്തെ ഉണ്ണാക്കൻ ഹാർപിക്സിനൊക്കെ പോലത്തെ ആൾക്കാർ, ഇവന്മാരൊക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകും. ഒരു 10-15 കൊല്ലം കൂടെ ഇതേപോലെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ഏകദേശം ഒരു ഏത് നൂറ്റാണ്ടിലോട്ടാണ് പോവുക? നമുക്ക് ഏതെങ്കിലും വേദങ്ങളുടെ കാലത്തോട്ട് ഇന്ത്യ പോകും. 6-ാം നൂറ്റാണ്ടൊന്നുമല്ല, 6-ാം നൂറ്റാണ്ടൊക്കെ പിന്നെ, 6-ാം നൂറ്റാണ്ട് ക്രിസ്തുനിയൊക്കെ ബാക്കിലോട്ട് നമ്മൾ അങ്ങ് എത്തും. നമ്മൾ കണ്ടിട്ടില്ല ഈ ഋഷിവര്യന്മാരൊക്കെ ജീവിച്ച പോലെ കോണകം കാവ്യമൊക്കെ ഇട്ടിട്ട് നമ്മൾ 4 ഇതൊക്കെ തലയിൽ കൂടി കഴുത്തു കൂടിയൊക്കെ രുദ്രാക്ഷം കെട്ടി അങ്ങനെ നമ്മൾ ജീവിക്കേണ്ടി വരും. ഉടുത്ത് തയ്ച്ചിട്ട് നടന്നാലൊന്നും കുഴപ്പമുണ്ടാവില്ല. അതിനും വന്നിക്കുന്ന ആൾക്കാരുള്ള നാടാണ് നമ്മുടേത്. ശവം തിന്ന നാടാണ് നമ്മുടേത്. അതൊക്കെ നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ലേ. നമ്മൾ ഈ എന്താ പറയുക, ഹരിദ്വാറിലും മറ്റെവിടെയൊക്കെ പോയി കഴിഞ്ഞാലേ, കാശ്മീരില്ല, ഹിമാലയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുവരെ വലിച്ച് നടക്കുന്നതിന് കുഴപ്പമില്ല. അങ്ങനെ വലിച്ച് നടക്കുന്നവന്മാരാണ് പുണ്യവന്മാരും സ്വാമിമാരും ഒക്കെ ആയിട്ട് നടക്കുന്നത്. അങ്ങോട്ടൊക്കെയുള്ള പ്രയാണത്തിലോട്ടാണ് അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ വേദങ്ങളുടെ കാലത്തോട്ട് എത്തും. നമ്മുടെ നാട്ടിൽ ആ സമയം കൊണ്ട് മറ്റ് മതക്കാരുണ്ടല്ലോ, ഇപ്പം നമ്മളെ നാട്ടിലെ മുസ്ലിമും ക്രിസ്ത്യാനി ഇപ്പോഴും ക്രിസ്സംഖ്യയ്ക്ക് വിവരം വെച്ചിട്ടില്ല. അത് കിട്ടും, അത് കിട്ടിക്കൊണ്ട് എടുക്കണ്ട. ഓരോ ഭാഗത്തുനിന്ന് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അത് സ്ട്രോങ് ആയിട്ട് കിട്ടി. അവന്മാരും മറ്റ് മതക്കാരൊക്കെ ഇവിടെ നിന്ന് മാറി ഇതൊരു കംപ്ലീറ്റ് നമ്മുടെ ഹാർപ്പിക്ക് സ്വപ്നം കണ്ട രാമരാജ്യാവും തോറും നമുക്ക് കൈയടിച്ച് പാസ്സാക്കാം അതിനുകൊണ്ട് വേണ്ടിയിട്ട്, അല്ലേ?